പക്ഷേ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അവിടുത്തെ അന്തരീക്ഷം ഇപ്പോഴും കലുഷിതമായി തന്നെയാണ് തുടരുന്നത്. ഈ UN-ന്റെ പുറത്ത് യൂനസ് വേണ്ട, യൂനസിനോട് പാകിസ്ഥാനിലേക്ക് പോകൂ, ഇന്ത്യക്ക് അല്ല ബംഗ്ലാദേശിന് ഞങ്ങളെ വേണ്ട എന്നുള്ള ഒരു പ്രതിഷേധം വലിയ രീതിയിൽ UN-ന്റെ പുറത്ത് പ്രതിഷേധം ആളിക്കത്തുകയാണ്. യഥാർത്ഥത്തിൽ അത് ബംഗ്ലാദേശികൾ എന്നാണ് പറയുന്നത്. ഈ പ്രതിഷേധം ഉന്നയിക്കുന്നത് ബംഗ്ലാദേശികൾ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബോംബായി യൂനസിന്റെ അധികാരം അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും യൂനസ് വലിയ പ്രതിസന്ധിയിലാണല്ലോ. കഴിഞ്ഞ കുറെ കാലമായിട്ട് യൂനസിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രണ്ട് തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. ഒന്ന് ആഗോള പ്രതിസന്ധിയുണ്ട്, ആഭ്യന്തര പ്രതിസന്ധിയുണ്ട്. ആഗോള പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ പാവയായിട്ട് നൂലിൽ കെട്ടി ഇറക്കിയതാണ് ഇദ്ദേഹത്തിനെ. ഇതുവരെ അമേരിക്കയുടെ സൗകര്യത്തിന് വേണ്ടി പലയിടത്തായിട്ട് ഒളിച്ച് നടക്കുകയായിരുന്നു. മാത്രമല്ല അമേരിക്കയാണ് അദ്ദേഹത്തെ നോബൽ പ്രൈസൊക്കെ കൊടുത്ത് വളർത്തി ഉയർത്തിയത്. നോബൽ പ്രൈസ്, സമാധാനത്തിന് നോബൽ പ്രൈസ് കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ കേസിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മേഖലയേ അല്ല സമാധാനം. അദ്ദേഹം ചെയ്തത് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, ഒരു എക്കണോമിസ്റ്റാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലൊക്കെ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിനൊക്കെ കൊടുക്കാം. അല്ലാതെ സമാധാനത്തിന് നോബൽ പ്രൈസ് കൊടുത്തപ്പോഴേ പ്രശ്നമാണ് അദ്ദേഹത്തിന്. അത് അമേരിക്കയുടെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വലിയൊരു ഒരു ബിംബമായി വളർത്തിക്കൊണ്ടുവരാൻ. അത് ആവശ്യം വന്നപ്പോൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീന ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചിട്ട് അവിടെ ഈ ഇസ്ലാമിക മൗലികവാദികൾക്കും ഈ അമേരിക്കൻ പാവകൾക്കും പിന്തുണയുള്ള ഈ മുൻതൂക്കമുള്ള ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരാനാണ് അയച്ചത്. അപ്പോൾ അമേരിക്കൻ പിന്തുണയോടുകൂടി വന്ന യൂനുസ് വന്ന ഉടനെ തന്നെ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ കലാപം നടന്നു. ജോർജ് സോറസിൻ്റെ പണം അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ശക്തമായ കലാപം ഉണ്ടാക്കാൻ സാധിച്ചു. മതമൗലികവാദികളായ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറ്റവാളികളായിട്ട് അടച്ചിട്ടവരെ മുഴുവൻ പുറത്തു വിട്ടു. തെരഞ്ഞെടുപ്പിൽ നിന്ന് നിരോധിക്കപ്പെട്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം നീക്കി. ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടി എന്ന് പറയാവുന്ന പാർട്ടി, അപ്പോൾ ആ പാർട്ടിക്കാരും ജമാഅത്തെ ഇസ്ലാമിയും കൂടി ഒന്നിച്ചു. അവരൊക്കെ കൂടിയാണ് ഈ കുട്ടികളെ ഇറക്കി വിട്ട് കലാപം ഉണ്ടാക്കിയത്. നമ്മൾ ഈ പറയുന്ന ഇന്നത്തെ ജെൻസി എന്നൊക്കെ ആദ്യം പറയേണ്ടത് അവിടെയാണ്. അവരാണല്ലോ വിദ്യാർത്ഥികളാണല്ലോ കലാപം ഉണ്ടാക്കിയത്. കലാപം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക അതിൻ്റെ ദൗത്യം നടപ്പാക്കി. കലാപം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നേരെ വന്നിട്ട് മുഹമ്മദ് യൂനുസിനെ അഡ്വൈസറാക്കി വെച്ചു. അതിനെ ആർക്കും എതിർക്കാൻ പറ്റില്ല. മുഹമ്മദ് യൂനുസിനെ അഡ്വൈസറാക്കി. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, അദ്ദേഹം അത് ഏറ്റപ്പോഴാണ് ഒരു ഇഞ്ചും ഭരണവുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അദ്ദേഹം ആകെ ചെയ്ത പണി എന്താ വെച്ചാൽ ഈ കലാപം ഉണ്ടായ സമയത്ത് ഏതൊരു ഗവൺമെൻറ്റും ചെയ്യുന്നത് പോലെ ആ കലാപത്തെ അടിച്ചമർത്താൻ പോലീസിനെ വിനിയോഗിച്ചു. അതിൻ്റെ പേരിൽ ടിയർ ഗ്യാസ്, ലാത്തി ചാർജ്, വെടിവെപ്പ്, ആളുകളുടെ മരണം ഒക്കെ ഉണ്ടായല്ലോ. എന്നാൽ തിരിച്ചു വന്നത് നേരെ അവിടുത്തെ മുഴുവൻ ഭരണകൂടത്തിനും മന്ത്രിമാർക്കും എതിരെയുള്ള കലാപമായി. മന്ത്രിമന്ദിരം കത്തിക്കുന്നു, ഷെയ്ഖ് ഹസീന പ്രാണനം കൊണ്ട് ഓടുന്നു, ഇന്ത്യ അഭയം കൊടുക്കുന്നു. ഇതൊക്കെയാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആകെ അദ്ദേഹം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ അടിച്ചമർത്തൽ നടത്തിയ ഗവൺമെൻറ്റിനെ വിചാരണ ചെയ്ത് ശിക്ഷിക്കാനാണ് ആദ്യം തീരുമാനിച്ചത്. അന്താരാഷ്ട്ര ട്രിബ്യൂണൽ കോടതി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തത് ഷെയ്ഖ് ഹസീനയും കൂട്ടരും അവാമി ലീഗും ചെയ്തത് മുഴുവനും ഈ ബംഗ്ലാ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൗരാവകാശ ലംഘനമാണ്. അവരെ ശിക്ഷിക്കാനാണ് ആദ്യം ആകെ എടുത്തൊരു നടപടി. രണ്ടാമത്തെ നടപടി എന്താണ്? അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത കൊല്ലം 2026 ആദ്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില തീരുമാനങ്ങൾ എടുക്കും. എന്താ തീരുമാനം? അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. അവാമി ലീഗ് പങ്കെടുക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകക്ഷിയായ അവാമി ലീഗിനെ, മാത്രമല്ല സ്വാതന്ത്ര്യ സമരം തൊട്ട് ഈ രാജ്യത്തെ ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചെടുത്ത അവാമി ലീഗിനെ പങ്കെടുപ്പിക്കാതെ എന്ത് തെരഞ്ഞെടുപ്പാണ് ബംഗ്ലാദേശിൽ? അപ്പോൾ അതും അദ്ദേഹത്തിന് നടപ്പാക്കാൻ പറ്റില്ല, തീരുമാനമെടുക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ കാര്യം, അമേരിക്കൻ സാമ്പത്തിക താല്പര്യങ്ങൾ, സൈനിക താല്പര്യങ്ങൾ ഓരോന്നായി അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. ഒന്ന്, അമേരിക്കക്ക് ഈ സൈനിക താവളം വേണം, അമേരിക്കക്ക് തുറമുഖം വേണം, അമേരിക്കക്ക് സമ്പദ് മേഖല വേണം. അമേരിക്കയുടെ വേറൊരു ആവശ്യം കൂടി ഷെയ്ഖ് ഹസീനയുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ വന്നതാണ്. അതെന്താണ്? ഈ ഡാർജിലിംഗ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ബംഗ്ലാദേശിൻ്റെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ, മ്യാൻമറിൻ്റെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ, ഇന്ത്യയുടെ അതിർത്തിയിലുള്ള 4-5 ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ, ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഒരു ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് വേണം. ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല, എളുപ്പമല്ല. അതുകൊണ്ട് പതുക്കെ ഇയാൾക്ക് മനസ്സിലായി അമേരിക്ക ഏൽപ്പിച്ച പണിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം മാത്രമല്ല, അത്തരം നീക്കങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോഴേ ചൈന ഇടപെട്ടു. അനങ്ങിപ്പോകരുത്, ഞങ്ങൾക്ക് അറിയാം നിങ്ങളെയൊക്കെ നിലക്ക് നിർത്താൻ
എന്ന നയം സ്വീകരിച്ചു. പിന്നെ ഇദ്ദേഹം ചെന്നിട്ട് ഈ മുഹമ്മദ് യൂനുസി എന്ന് ചൈനയുടെ കാല് പിടിച്ചു. ഷീ ജിങ് പിൻ എന്താണ് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കൂ, ചൈനക്ക് വഴങ്ങി. എന്തൊക്കെ വന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്ക ചോദിച്ച ഏറ്റവും പുതിയ കരാറുകൾ മുഴുവനും, ഒന്ന് അവിടെ തീസ്ത നദിയിലെ എന്താണ് 500 കോടിയുടെ 500 ലക്ഷം കോടി എന്തോ ഒരു കണക്കാണ്. അപ്പോൾ ഞാൻ ആ കണക്ക് ഡാറ്റ എന്തായാലും വലിയൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ചൈനക്ക് കൊടുത്തു. അമേരിക്ക താല്പര്യം ഉണ്ടായിരുന്ന പദ്ധതിയാണ്, അവർക്ക് കൊടുത്തു. 2, ഒരു തുറമുഖം സ്വന്തമായി നിർമ്മിച്ചുകൊള്ളാൻ നേരത്തെ തന്നെ ആലോചന ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ചൈനക്ക് കൊടുത്തു. അപ്പോൾ ചൈനയുടെ താല്പര്യങ്ങൾ വളരെ കൂടുതൽ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അമേരിക്ക നിയോഗിച്ച ഉദ്യോഗസ്ഥൻ ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രതിസന്ധിയിലാണ്. അപ്പോഴാണ് ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്കും പാലിക്കാൻ പറ്റിയിട്ടില്ല. എവിടെ തെരഞ്ഞെടുപ്പ്, എവിടെയാണ് പരിഷ്കാരം, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൂടെ ഈ സമയത്ത് ഏറ്റവും വലിയ രോഷം അവിടെ അവാമി ലീഗിനുണ്ട്, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരായി ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൂതനായിട്ടാണല്ലോ ഈ സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് നേടിയ മുഹമ്മദ് യൂനുസ് വരുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൻ്റെ പുറത്ത് ബംഗ്ലാദേശികളായി അന്ന് അമേരിക്കയിലുള്ളവരൊക്കെ കൂടാലോ. അപ്പോൾ ബംഗ്ലാദേശി പൗരന്മാർ മുഴുവൻ കൂടിയിട്ടുണ്ടാവും. അതിൽ ഷെയ്ഖ് ഹസീനയുടെയും അവാമി ലീഗിൻ്റെയും താല്പര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും അവരൊക്കെ കൂടി ചേർന്ന് ഇപ്പോൾ മാത്രമല്ല ഒപ്പം വളരെ കൃത്യമായിട്ട് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇപ്പോൾ ആ കലാപത്തിൻ്റെ പിന്നിൽ ഇനി മുഹമ്മദ് യൂനുസിനെ അവിടുന്ന് ആട്ടി ഓടിക്കാനുള്ള ഒരു ജനകീയ പ്രക്ഷോഭം ബംഗ്ലാദേശ് രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത്. ആ രൂപപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഹസീനയെ ഓടിച്ചതിൻ്റെ പിന്നിൽ അമേരിക്ക ആയിരുന്നെങ്കിൽ യൂനുസിനെ ഓടിക്കുന്നതിൻ്റെ പിന്നിൽ ചൈന ആയിരിക്കും. ഉറപ്പിച്ചുകൊള്ളുക. ഇന്ത്യ പിന്നെ വളരെ തന്ത്രപൂർവ്വം സമർത്ഥമായി ഇന്ത്യക്ക് ചെയ്യാവുന്നത് ചെയ്യും. ഇന്ത്യ പക്ഷേ പ്രത്യക്ഷമായിട്ട് ഇത്തരം കള്ളക്കളികളൊന്നും കളിക്കാൻ പോകാറില്ല. പറയാനുള്ള നേർക്കുനേരെ പറയും. ഷെയ്ഖ് ഹസീനക്ക് അഭയം കൊടുക്കാൻ പാടില്ല, കൊടുക്കും. കാരണം അവർ ഞങ്ങളെ സഹോദര രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്ത രാജ്യത്തിൻ്റെ അഭയം ചോദിച്ചാൽ കൊടുക്കും. ഞങ്ങളുടെ മനസ്സാണ്. 2, ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണം. അവർ മനുഷ്യാവകാശ കുറ്റത്തിന് കുറ്റവാളിയാണ്, അവരെ ഞങ്ങൾ ജയിലിലടക്കും, തൂക്കിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ സോറി, ജീവന് അപായമുള്ള സമയത്ത് ഞങ്ങൾ ഒരു അഭയം തേടി വന്ന ഒരു സഹോദരിയെ വിട്ടുതരാൻ തയ്യാറല്ല എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ഒരു സ്ഥിതി ഇപ്പോൾ. ഈ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇത്തരത്തിൽ നിലപാടുകൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധങ്ങളും വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ യൂനുസ് പുറത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടല്ലോ. യൂനുസ് പുറത്തു പോകണമെങ്കിൽ ന്യായമായ തിരഞ്ഞെടുപ്പ് നടക്കണം. ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ എന്ന് പറയില്ലേ, അതിന് ആദ്യം വേണ്ടത് എന്താ? ബംഗ്ലാദേശിലെ മഹാഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ വിശ്വാസികൾ, ജനാധിപത്യവാദികൾ മുഴുവൻ അവാമി ലീഗിലാണ്. അവാമി ലീഗുകാർക്ക് വോട്ടവകാശം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ആരാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുമോ? മുഹമ്മദ് യൂനുസിന് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ ന്യായമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. ആ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും മുഹമ്മദ് യൂനുസ് പുറത്താക്കപ്പെടും. അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരമാവധി നീട്ടിക്കൊണ്ടു പോകാനാണ് സാധ്യത. മുഹമ്മദ് യൂനുസിന് കുറെ കൂടി സുരക്ഷിതമായ ഏതെങ്കിലും താവളത്തിലേക്ക് അമേരിക്ക കൊണ്ടുപോയി ഇരുത്തുകയോ അല്ലെങ്കിൽ അമേരിക്കയുടെ അപകടം വരാത്ത തരത്തിൽ ചൈന യൂനുസിനെ ഏറ്റെടുക്കുകയോ ചെയ്താൽ അത് മാത്രമായിരിക്കും ഇനിയുള്ള ബംഗ്ലാദേശിൻ്റെ രക്ഷ. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ത്യ അനീതിയൊന്നും അവരോട് ചെയ്യാൻ പോകുന്നില്ല. ബംഗ്ലാദേശിനെ സഹോദരങ്ങളായി ചേർത്ത് പിടിച്ചവരാണ് എന്നും ഇന്ത്യ. ആ നയം ഇന്ത്യ തുടരും. നമ്മൾ ബാക്കി അവിടുത്തുകാർ സ്വയംകൃതമായി അവർ കാണിക്കുന്ന അധർമ്മത്തിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അവരനുഭവിച്ചേ തീരൂ.